ശരിക്കും പറഞ്ഞാൽ അതീവ ക്രൂരമായ ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. ഒരു പ്രണയ സാഫല്യത്തിനൊടുവിൽ സംഭവിച്ചത് കേരളത്തെ മുഴുവൻ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയാം. കേരള സമൂഹം വലുതായി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ യുവാക്കളുടെ ഇടയിലെ ലഹരി വ്യാപനം. ഇതിപ്പോൾ വീണ്ടും പ്രശ്നമായി മാറുകയാണ് എന്ന് പറയാം. പോലീസുകാരൊക്കെ തന്നെയും ഒന്ന് അയഞ്ഞു തുടങ്ങിയപ്പോൾ സമൂഹത്തിന് ചുറ്റും ഇപ്പോൾ എല്ലായിടത്തും വരുന്നത് ഇത്തരത്തിൽ ലഹരി വ്യാപനം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയണം. ലഹരിയുടെ വലയിൽ പെട്ടുപോയ ഭർത്താവിനെ രക്ഷിക്കാനോ അതുവഴി സ്വയം രക്ഷപ്പെടാനോ ഷിബിലയ്ക്ക് സാധിച്ചില്ല. ഇപ്പോൾ ഷിബിലയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയുടെ ജീവനെടുത്ത ഭർത്താവിന്റെ ലഹരി ഉപയോഗം തന്നെയാണെന്ന് പറയുന്നു. യാസറും ഷിബിലയും പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. ലഹരിയുടെ ആഴങ്ങളിൽ വിഹരിച്ചുപോയ യാസർ കുടുംബത്തെ മറക്കുകയായിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ യാസർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വിവരം അറിയാമായിരുന്നതിനാൽ തന്നെ വീട്ടുകാർ വിവാഹത്തെ എതിർത്തു. എന്നാൽ വിവാഹത്തോടെ യാസറിന്റെ സ്വഭാവം മാറുമെന്ന പ്രതീക്ഷയിൽ എതിർപ്പ് വകവയ്ക്കാതെ ഷിബില വിവാഹം ചെയ്തു. 2020 വിവാഹിതരായ ശേഷം തന്നെ ഷിബിലയും യാസറും അടിവാരത്ത് വാടക വീട്ടിലായിരുന്നു താമസം. വിവാഹശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന യാസർ ഷിബിലയെ മർദ്ദിക്കുന്നതടക്കം പതിവായിരുന്നു. ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം ദൂർത്തടിക്കുകയും ചെയ്തു. ഇതോടെ ഷിബിലയുടെ ജീവിതം തീർത്തും ദുഷ്കരമായി മാറി. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ച ശേഷമാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയത്. ലാസലഹരിക്കടിമയായ യാസറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്ന് കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതെന്ന് അയൽവാസിയും വാർഡംഗവുമായ ഡെന്നി വർഗീസ് പറയുന്നു. തിരികെ വീട്ടിലെത്തിയെങ്കിലും യാസറിൽ നിന്നും ഭീഷണികൾ തുടർന്നു വന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊട്ടും സഹിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ഇത് മറികടക്കാനായിരുന്നില്ല. എല്ലാവരും ഭയന്നുപോയി എന്ന് പറയുന്നു. അതേസമയം യാസറിന്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടെന്ന് കഴിഞ്ഞ 27-ന് ഷിബില പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇത് പോലീസ് മുഖവുരക്കെടുത്തില്ല എന്നാണ് പറയുന്നത്. യാസർ ലഹരി ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കാറുണ്ടെന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി വന്നത്. ഉമ്മയെ കഴുത്തരത്ത് കൊന്ന ആഷിഖിന്റെ അടുത്ത സുഹൃത്തായിരുന്നു യാസർ. ആഷിഖും യാസറും ഒരുമിച്ചായിരുന്നു ലഹരി ഉപയോഗവും നടത്തിയത്. ഇവരെല്ലാം വലിയ ലഹരി മരുന്ന് സംഘത്തിന്റെ കണ്ണികളാണെന്നായിരുന്നു നാട്ടുകാർ ഷിബിലയെ അറിയിച്ചിരുന്നത്. 1 മാസം മുൻപായിരുന്നു അടിവാരം സ്വദേശിയായ സുബൈദയെ മകൻ ആഷിഖ് കറുത്തറുത്ത് കൊന്നത്. 53 വയസ്സായിരുന്നു സുബൈദയ്ക്ക്. ലഹരി മരുന്നിന് അടിമയായിരുന്നു ആഷിഖ് എന്നാണ് പറയുന്നത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്തെത്തിയ ആഷിഖ് സുബൈദയെ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പാക്കിയതെന്നായിരുന്നു ആഷിഖ് കൊലപാതക ശേഷം പറഞ്ഞത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.